ഒരു കൊലപാതകത്തിലെ പോലീസ് അന്വേഷിക്കുകയോ കുറ്റവാളികളെ കുറിച്ച് പോലീസ് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് കലാപാഹ്വാനവുമായി എം സ്വരാജ് ഇന്ന് അതിന്റെ പ്രതിയെ പ്രഖ്യാപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. കല്യാശ്ശേരി MLA വിജി അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്താണ്? കൊടും ക്രൂരതയുടെ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയ വർഗീയ പ്രത്യയശാസ്ത്രമാണ് RSS നയിക്കുന്നത്. അവർക്ക് അമ്പലമെന്നോ ആരാധനാലയമെന്നോ ഇല്ല. RSS ക്രിമിനലുകൾ വെട്ടിക്കൊലപ്പെടുത്തിയ ഈ സഖാവിന്റെ പേരിൽ പ്രതിഷേധിക്കുക. എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. സ്വരാജ് പറയുന്നു, അനിൽ പറയുന്നു, KS അരുൺകുമാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പൊ മുഖ്യ ഓടിയിട്ടുണ്ട്. ഇവർക്കെതിരെ കേസെടുക്കാൻ ഇവർ തയ്യാറാകുമോ? സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും തുല്യമായി പരിഗണിക്കുമോ? പിന്നീട് ഞാൻ ഈ വേദിയിൽ ഈ ഫ്ലോറിൽ വന്നിട്ട് കുഞ്ഞനന്തനെ CPM കൊലപ്പെടുത്തിയതാണോ അല്ലയോ എന്നതിന് എൻ്റെ കയ്യിൽ തെളിവുകളില്ല. ലഭ്യമായ തെളിവുകളില്ലാതെ ഇത്തരം ഒരു ഫ്ലോറിൽ വന്ന് ആരോപണം ഉന്നയിക്കാൻ ഞാൻ തയ്യാറല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുമാരുടെ ചരിത്രം വെച്ച് അവർ ഇത്തരം കൊലപാതകങ്ങൾക്ക് കൃത്യമായ ആസൂത്രണം നൽകുകയും അത്തരം ആളുകളെ അവസരത്തിൽ പിടിക്കപ്പെടും ഉന്നതരിലേക്ക് എത്തുമെന്ന ബോധ്യം വരുമ്പോൾ അവരെ കൊലപ്പെടുത്തിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. നോക്കൂ, തലശ്ശേരിയിലെ ഫസൽ എന്ന് പറയുന്ന മുൻ CITU-കാരൻ SDPI ആയി PFI ആയി അദ്ദേഹം ദേശാഭിമാനിക്ക് പകരം തേജസ് പത്രം വിറ്റ് അതിന്റെ പ്രതികൾ കുറഞ്ഞ എണ്ണം കൂടിയപ്പോൾ അവിടെ ഉണ്ടായത് എന്താണ്? ഒരു പുലർച്ചെ ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ട്, ഓംകാളി ജയ്കാളി വിളിച്ചുകൊണ്ട്, കാവ്യ വസ്ത്രമണിഞ്ഞുകൊണ്ട് ഒരുപറ്റം ആളുകൾ അദ്ദേഹത്തെ പുലർച്ചെ ഇരുളിന്റെ മറവിൽ വെട്ടിക്കൊല്ലുന്നു. അദ്ദേഹത്തിന്റെ രക്തത്തിൽ കലർന്ന തൂവാല തൊട്ടടുത്തുള്ള RSSകാരന്റെ വീട്ടിലേക്ക് മേലെ തെളിവുകൾക്ക് വേണ്ടി വിടുന്നു. അന്ന് വൈകുന്നേരം തന്നെ നടന്ന പ്രതിയോഗത്തിൽ ഇപ്പം നമ്മൾ ആരോപിക്കപ്പെടുന്ന കാരായി സഹോദരന്മാരും RSS പ്രതികളെന്ന് ആരോപിച്ച് പ്രകടനം നടത്തുന്നു. ചില ആളുകൾ ജയിലിൽ കഴിയുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന്റെ ഭാര്യ ഇതിന് സംശയമുണ്ട്, RSSകാർക്ക് എന്റെ ഭർത്താവിനെ കൊല്ലാൻ ഒരു കാരണവുമില്ല, പുനരന്വേഷിക്കണമെന്ന് പറഞ്ഞ് CBIക്ക് വിട്ടിട്ടില്ലായിരുന്നെങ്കിൽ നിരപരാധികളെ നമ്മൾ എത്ര പേര് ജയിലിൽ കിടക്കുമായിരുന്നു? നോക്കൂ, ഇന്ന് തന്നെ ഉണ്ടായത് എന്താണ്? ഇതാ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ ഒരു സഖാവ്, ഒരു ലോക്കൽ സെക്രട്ടറി, ഒരു മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെ കൊല ചെയ്യപ്പെടുന്നു. CPMകാർ പരസ്പരം വെട്ടിക്കൊല്ലുന്നു. ഒരു പാമ്പിനെ വളർത്തി വിഷം വെച്ച് വരുമ്പോൾ, അതിനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ അത് നമ്മൾ വിചാരിച്ചവരെ തന്നെ ആകണം ആക്രമിക്കുക എന്നൊരു നിർബന്ധവുമില്ല. അത് തിരിഞ്ഞു കൊത്താം. തലശ്ശേരിയിലെ കണ്ണൂരിന്റെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തിൽ വെണ്ടുട്ടായി ബാബുവിന്റെ വിധവയായ ഭാര്യ, മുൻ കമ്മ്യൂണിസ്റ്റുകാരനെ ഏത് പശ്ചാത്തലത്തിലാണ് എന്നെ ഇന്ന് കേരളത്തിലെ ഉന്നതരിയിരിക്കുന്ന ആളുകൾ കൊല ചെയ്തത് എന്ന് വെണ്ടുട്ടായി ബാബുവിന്റെ ഭാര്യ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്രിമിനൽ അഭിലാഷ് വന്ന് കോടതിയിൽ കീഴടങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ മാതൃഭൂമിയുടെ ഫോണിലെ ചർച്ച എന്താകുമായിരുന്നു? ഇതാ RSS ക്രിമിനൽ ഞങ്ങളുടെ സഹോദരനെ വെട്ടിക്കൊന്നിരിക്കുന്നു. പകരം വെട്ടി മരിക്കുന്നവർ, തങ്ങളുടെ കാര്യസാധ്യത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവർ, അവർക്ക് ഇതും ഇതിലപ്പുറവും ചെയ്യില്ലേ? നോക്കൂ, നേരത്തെ പറഞ്ഞ ഫസലിന്റെ സംശയിക്കപ്പെടുന്ന സാക്ഷികളുടെ അല്ലെങ്കിൽ അതിന്റെ പ്രതികളാക്കപ്പെട്ടവർക്ക് പിന്നീടുണ്ടായ അനുഭവം എന്താണ്? അവരിന്ന് ഭൂമുഖത്തുണ്ടോ? ഇങ്ങനെ എത്രയെത്ര എണ്ണപ്പെട്ട കൊലപാതകങ്ങൾ, അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ കൊലപാതകങ്ങൾ, പാർട്ടി സംശയിക്കപ്പെടുന്നവരെ കൊന്നു തള്ളുന്നത്, എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് കാരായിലെ വധത്തിന് CPMന് പങ്കുണ്ട് എന്ന് പറയാൻ എൻ്റെ കൈകൾ തെളിവില്ലാത്തത് കൊണ്ട്, വിശ്വസനീയമായ ഒരു ഫ്ലോറിൽ പറയാൻ തെളിവുകളില്ലാത്തത് കൊണ്ട് അതിന്റെ പേരിൽ പറയാൻ തയ്യാറില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുമാരുടെ ചരിത്രം ഇത് തന്നെയാണ്.